കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ ഇന്ന് 4ാം ക്ലാസ്സിലെ ജനറൽ നോളജിലെ ഒന്നാമത്തെ ചാപ്റ്ററായ കാർണിവോറസ് പ്ലാന്റ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. പ്ലാന്റ്സിനെ കുറിച്ച് നമുക്കറിയാം. ചെടികൾക്ക് ആവശ്യമായ പോഷകങ്ങളെ എങ്ങനെയാണ് സാധാരണ ലഭിക്കുന്നത്? വേരിലൂടെയല്ലേ. സസ്യങ്ങളിലെ വേരുകൾ മണ്ണിൽ നിന്ന് ജലവും ലവണവും വലിച്ചെടുത്ത് അതിലൂടെയാണ് പോഷകങ്ങൾ കണ്ടെത്തുന്നത്. എന്നാൽ ചില സസ്യങ്ങളുണ്ട്, അവർക്ക് ഇതൊന്നും പറ്റത്തില്ല. അവ ചെറിയ ചെറിയ പ്രാണികളെയും ആനിമൽസിനെയും കെണിയിലാക്കി അതിൽ നിന്ന് ന്യൂട്രിയൻസ് വലിച്ചെടുക്കുകയാണ് പതിവ്. അത്തരത്തിലുള്ള ചെടികളാണ് കാർണിവോറസ് പ്ലാന്റ്സ്. അപ്പോൾ അവയെക്കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. എന്താണ് കാർണിവോറസ് പ്ലാന്റ്സ് എന്ന് കൂട്ടുകാർക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? അപ്പോൾ അതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: കാർണിവോറസ് പ്ലാന്റ്സ് ആർ പ്ലാന്റ്സ് വിച്ച് ഗെറ്റ് ന്യൂട്രിയൻസ് ബൈ ട്രാപ്പിംഗ് ആൻഡ് ഈറ്റിംഗ് ആനിമൽസ്. എന്ന് വെച്ചാൽ കാർണിവോറസ് ചെടികൾ എന്ന ഈ ചെടികൾക്ക് വിച്ച് ഗെറ്റ് ന്യൂട്രിയൻസ്, അവയ്ക്ക് പോഷകങ്ങൾ കിട്ടുന്നു. എങ്ങനെയാ? ബൈ ട്രാപ്പിംഗ് ആൻഡ് ഈറ്റിംഗ് ആനിമൽസ്, അതായത് മൃഗങ്ങളെ കെണിയിലാക്കി ഭക്ഷിക്കുന്നതിലൂടെ പോഷകങ്ങൾ ലഭിക്കുന്ന ചെടികളാണ് കാർണിവോറസ് ചെടികൾ. അതിന് കുറച്ച് ഉദാഹരണങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വീനസ് ഫ്ലൈ ട്രാപ്പ്, ബട്ടർവോർട്സ്, സൺഡ്യൂ, പിച്ചർ പ്ലാന്റ്, നെപ്പന്തസ് എന്നിവയൊക്കെയാണ് ഇതിന് ഉദാഹരണങ്ങൾ. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് കാർണിവോറസ് പ്ലാന്റ്സിന്റെ പിക്ചേഴ്സും അതിന്റെ സവിശേഷതകളും പിന്നെ മുകളിലായി കുറച്ച് ഓപ്ഷനും തന്നിട്ടുണ്ട്. ഈ തന്നിരിക്കുന്ന ചിത്രങ്ങളും സവിശേഷതകളും വെച്ച് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക എന്നതാണ് ഈ ചാപ്റ്ററിന്റെ ഉദ്ദേശം. ഇവിടെ ഈ ചിത്രം നോക്കൂ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതൊരു ചെടിയുടെ കെണിയാണ്. നല്ല ആഴമേറിയ സഞ്ചി പോലുള്ളൊരു ഭാഗം കാണുന്നില്ലേ? ഇതൊരു കാർണിവോറസ് പ്ലാന്റ് ആണ്. ചിത്രം ശ്രദ്ധിച്ചില്ലേ? ഇനി നമുക്ക് അതിന്റെ ഫീച്ചേഴ്സ് നോക്കാം. Dash is a carnivorous plant whose prey trapping mechanism features a deep cavity. അതായത് ഇതൊരു കാർണിവോറസ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രേ ട്രാപ്പിംഗ് മെക്കാനിസം, ഇര പിടിക്കുന്ന ആ മെക്കാനിസത്തിന് ഒരു സവിശേഷതയുണ്ട്. ഇതിനൊരു ഡീപ്പ് ക്യാവിറ്റി ഉണ്ട്, അതായത് നല്ല ആഴമേറിയ ഒരു സഞ്ചി പോലുള്ള ഭാഗമുണ്ട്. ഏതാണ് ഈ ചെടി എന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. നിങ്ങൾ ഈ പ്ലാന്റിനെ കണ്ടിരിക്കാൻ ചാൻസ് കുറവാണ്. എന്താണ് ഇതിൻ്റെ പേരെന്ന് അറിയണ്ടേ? ഇതാണ് നെപ്പന്തസ്. എങ്ങനെയാണ് ഇത് ഇര പിടിക്കുന്നതെന്ന് അറിയാമോ? ഈ ചെടിയിൽ ഏതെങ്കിലും ഇൻസെക്ട്സ് വന്നിരിക്കുവാണെങ്കിൽ പതിയെ അത് ഈ കുഴിക്കകത്ത് വീഴുകയും അങ്ങനെ ഈ ചെടികൾ അതിനെ ട്രാപ്പിലാക്കുകയും അതിൽ നിന്നുള്ള പോഷകങ്ങളെല്ലാം വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഈ ചെടിയുടെ പ്രത്യേകത എന്തെന്നാൽ ഈ ഡീപ്പ് ക്യാവിറ്റി എപ്പോഴും ഓപ്പൺ ആയിരിക്കും. ഈ ചെടികളുടെ ഈ ഭാഗത്തൂടെ ഏതെങ്കിലും ഇൻസെക്ട്സ് കടന്നു പോകുമ്പോൾ ഈ ഡീപ്പ് ക്യാവിറ്റിയിൽ വന്ന് അകപ്പെടുകയും അതിലൂടെ ഈ ചെടികൾ ഇവയെ ട്രാപ്പിലാക്കി അതിൻ്റെ ന്യൂട്രിയൻസ് എല്ലാം വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ആ ചെടിയുടെ ആഹാരം. അതെങ്ങനെയാണെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഇവിടെ ഇതാ ഒരു പ്രാണി നെപ്പന്തസ് പ്ലാന്റിന്റെ ട്രാപ്പിൽ അകപ്പെടുന്ന ഒരു വീഡിയോ ആണിത്. ഇവിടെ ഇതാ ഈ പ്രാണി നെപ്പന്തസ് പ്ലാന്റിന്റെ ഈ ട്രാപ്പിൽ അറിയാതെ ആഹാരം തേടി വന്നിരിക്കുകയാണ്. അത് പതിയെ ഭക്ഷിക്കുകയും പിന്നെ അത് അറിയാതെ ആ ട്രാപ്പിൽ അകപ്പെടുകയും ചെയ്യുന്നു. ഇനി കൂട്ടുകാരെ, അടുത്ത രണ്ടാമത്തെ ചിത്രം നോക്കൂ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ പ്ലാന്റും നെപ്പന്തസ് പ്ലാന്റിനായിട്ട് ഒരു ഏകദേശ സാമ്യം തോന്നുന്നുണ്ട്. ഈ ചെടിക്ക് ഒരു ഇരട്ടപ്പേരുണ്ട്, മങ്കി കപ്സ്. എന്തുകൊണ്ടാണ് മങ്കി കപ്സ് എന്ന് ഈ ചെടികൾക്ക് പേര് വന്നതെന്ന് അറിയാമോ? അതായത് സാധാരണ മഴയൊക്കെ പെയ്യുമ്പോൾ നമുക്കറിയാം ഈ ക്യാവിറ്റിക്കകത്ത് വെള്ളം കൊണ്ട് നിറയും. ഈ വെള്ളം പിന്നീട് കുരങ്ങന്മാർ കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിന് മങ്കി കപ്സ് എന്ന നിക്നെയിം വന്നത്. അപ്പോൾ ഈ പ്ലാന്റ് ഏതാണെന്ന് അറിയാമോ? ഈ പ്ലാന്റിന്റെ പേരാണ് പിച്ചർ പ്ലാന്റ്. ഈ പിച്ചർ പ്ലാന്റിന്റെ ട്രാപ്പിംഗ് മെക്കാനിസവും നേരത്തെ പറഞ്ഞ നെപ്പന്തസ് പ്ലാന്റിന്റെ ട്രാപ്പിംഗ് മെക്കാനിസവും ഏകദേശം ഒരുപോലെയാണ്. നമുക്കതും ഒരു വീഡിയോയിലൂടെ കണ്ടു നോക്കാം. ഈ വീഡിയോ കണ്ടോ? എങ്ങനെയാണ് പിച്ചർ പ്ലാന്റ് ഒരു പ്രാണിയെ കെണിയിലാക്കുന്നതെന്നാണ് ഇതിൽ തന്നിട്ടുള്ളത്. ആ പ്രാണി ഇതാ കെണിയാണെന്നറിയാതെ പതുക്കെ പോയി ആ ക്യാവിറ്റിക്കകത്ത് വീഴുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ ചെടികൾക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ ഈ പ്രാണിയിൽ നിന്ന് ലഭിക്കും. ഇനി മൂന്നാമതായ ഒരു നല്ല ഭംഗിയുള്ള ഒരു ചെടി നിങ്ങൾ കാണുന്നില്ലേ? ഇതും ഒരു കാർണിവോറസ് പ്ലാന്റ് ആണ്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഇത് ഫുൾ സണ്ണിലും ഫ്ലൂറസെന്റ് ലൈറ്റ്സിലും സർവൈവ് ചെയ്യാൻ, അത് നിലനിൽക്കാനുള്ള ഒരു കഴിവ് ഇതിനുണ്ട്. അതായത് ഫുൾ സൺ എന്ന് പറഞ്ഞാൽ എന്താ? 6 മണിക്കൂറിൽ കൂടുതൽ സൂര്യപ്രകാശം ഏറ്റാലും ഇതിനൊരു പ്രശ്നവും വരത്തില്ല. അങ്ങനെയുള്ളൊരു ചെടിയാണ് നമ്മുടെ ഈ ചെടി. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാമോ? ഇതാണ് വീനസ് ഫ്ലൈ ട്രാപ്പ്. ഈ ചെടികൾ ശ്രദ്ധിച്ചു, ഇതിൻ്റെ അഗ്രത്ത് മുള്ളു പോലെ ഒരു സംഭവമുണ്ട്. ഇത് ശരിക്കും അവിടുത്തെ ഡോർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇതിനകത്ത് ഈച്ചയോ മറ്റു ഇൻസെക്ട്സോ എന്തെങ്കിലും വന്നിരുന്നു, ഇത് നോർമലി ഇത് ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത്. ആ സമയത്ത് ഇവിടെ ഈച്ചയോ മറ്റ് പ്രാണികളോ വന്നിരുന്നാൽ അത് കുറച്ച് വന്നിരുന്ന് കഴിയുന്നതും ഇത് തനിയെ ടപ്പേന്ന് പറഞ്ഞാൽ അടയും. അപ്പോഴത്തേനും ആ പ്രാണികളെ അത് ട്രാപ്പിലാക്കിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഫീച്ചർ നമുക്ക് എന്താ ഇവിടെ ടെക്സ്റ്റിൽ തന്നെ നോക്കാം. ദ ഡാഷ് ഈസ് എ ഫ്ലവറിംഗ് പ്ലാന്റ് ബെസ്റ്റ് നോൺ ഫോർ ഇറ്റ്സ് കാർണിവോറസ് ഈറ്റിംഗ് ഹാബിറ്റേറ്റ്സ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞ ഒരു ഫ്ലവറിംഗ് പ്ലാന്റ് ആണ്, പുഷ്പിക്കുന്ന ചെടിയാണ്. ബെസ്റ്റ് നോൺ ഫോർ ഇറ്റ്സ് കാർണിവോറസ് ഈറ്റിംഗ് ഹാബിറ്റേറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ കാർണിവോറസ്
ഈറ്റിംഗ് ഹാബിറ്റേറ്റ്സിൻ്റെ പേരിലാണ് ഇത് വളരെ പ്രശസ്തമായിട്ടുള്ളത്. മാത്രമല്ല ഇറ്റ് ക്യാൻ സർവൈവ് അണ്ടർ ഫുൾ സൺ ഓർ ഫ്ലൂറസെൻ്റ് ലൈറ്റ്സ്. അപ്പോൾ ഫുൾ സണ്ണിലും ഫ്ലൂറസെൻ്റ് ലൈറ്റ്സിലും ഇതിന് സർവൈവ് ചെയ്യാൻ പറ്റും, അതായത് നിലനിൽക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ വീനസ് ഫ്ലൈ ട്രാപ്പ്. ഇനി നമുക്കതിൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എങ്ങനെയാണ് ഈ വീനസ് ഫ്ലൈ ട്രാപ്പ് ചെയ്യുന്നത്, പ്രാണികൾ ഇൻസെക്ട്സിനെ ട്രാപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ വീഡിയോ കണ്ടോ, ഇത് ഇപ്പോൾ ഓപ്പൺ ആയിരിക്കുന്ന സ്റ്റേജാണ്. അതിനകത്ത് ഒത്തിരി ഈച്ചകൾ വന്നിരിപ്പുണ്ട്. ഓൾറെഡി അതിനകത്ത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇടയിൽ ഒരു ഈച്ചയുടെ അവശിഷ്ടങ്ങളും കാണുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും, ഇത് വന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും ഈ വീനസ് ഫ്ലൈ ട്രാപ്പ് ഡോർ അങ്ങ് അടയ്ക്കും. ഡോർ അടയ്ക്കുന്ന പോലെ ഇത് ട്രാപ്പിലാവും. അപ്പോൾ അതിനകത്ത് ഈച്ചകൾ ട്രാപ്പിലാവുകയും അതിനവിടെ വെച്ച് തന്നെ അതിൻ്റെ ന്യൂട്രിയൻസ് ഒക്കെ വലിച്ചെടുക്കുകയും ചെയ്യും. അപ്പോൾ അതാണ് നമ്മുടെ വീനസ് ഫ്ലൈ ട്രാപ്പ്. അടുത്തതായി നിങ്ങൾ കണ്ടില്ലേ, ഒരു നല്ല ഫ്ലവറും നല്ല ഇലകളൊക്കെ ഉള്ളൊരു ചെടിയാണ്. അപ്പോൾ ഇതിനെ കാണുമ്പോഴേ നമുക്കറിയാം പൂക്കളുണ്ടെങ്കിൽ നമ്മളങ്ങ് ഒന്ന് വശീകരിക്കുന്ന ഒരു സ്വഭാവമുള്ളതാണ് അല്ലേ. പൂക്കളുള്ളപ്പോൾ അതിനെ ഒന്ന് പറിച്ചെടുക്കാനൊക്കെ തോന്നും, അല്ലെങ്കിൽ പൂക്കളൊക്കെ ഇരിക്കുമ്പോൾ ഷഡ്പദങ്ങൾക്കൊക്കെ വന്നൊന്ന് ഇരിക്കാനൊക്കെ തോന്നും, അതിൻ്റെ തേൻ നുകരാൻ തോന്നും. അങ്ങനെ ഇൻസെക്ട്സിനെ ഇത്തരത്തിൽ ഈ പൂ വെച്ചത് വശീകരിച്ച് ഈ ഇൻസെക്ട്സ് എങ്ങാനും ഇതിൻ്റെ ഇലകൾ വന്നിരിക്കുമ്പോൾ ഈ ഇലകളിൽ ഒരു സ്റ്റിക്ക്, അതായത് ഒട്ടിപ്പിടിക്കുന്ന പശ പോലത്തെ ഒരു സാധനമുണ്ട്. ഈ പശ പോലത്തെ സാധനം എന്ത് ചെയ്യും, ഈ പ്രാണികളുടെ കാലിൽ പെടുകയും അങ്ങനെ ഈ പ്രാണികൾ എന്ത് ചെയ്യും, അതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഒട്ടിപ്പിടിച്ച് അതിന് പുറത്തിറങ്ങി രക്ഷപ്പെടാനോ ഒന്നും പറ്റാണ്ട് ഈ ഇലകളിലൂടെ അത് ട്രാപ്പിലാവുകയും അതിൽ നിന്നുള്ള എന്നിട്ട് ഈ ഇൻസെക്ട്സിൽ നിന്നുള്ള ന്യൂട്രിയൻസ് ഈ ചെടികൾ വലിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇതാണ് ഇതിൻ്റെ മെക്കാനിസം, trapping mechanism. Okay. Dash is a carnivorous plant that uses its sticky glandular leaves to lure, trap and digest insects. അപ്പോൾ ഇതൊരു കാർണിവോറസ് പ്ലാന്റ്സ് ആണ്. ഇതിൻ്റെ സ്റ്റിക്കി ഗ്ലാൻഡുലാർ ലീവ്സ്, അതിൻ്റെ ഒട്ടിപ്പിടിക്കുന്ന ഗ്രന്ഥി ഇലകൾ എന്ത് ചെയ്യും, എന്തിനാണ് വെച്ചിട്ട് ടു ലേർ എന്ന് വെച്ചാൽ ആകർഷിക്കുക അല്ലെങ്കിൽ വശീകരിക്കുക, ട്രാപ്പ് കെണിയിലാക്കുക, ആൻഡ് ഡൈജസ്റ്റ്, എന്നിട്ട് ഇൻസെക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിക്കി ഗ്ലാൻഡുലാർ ലീവ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ചെടിയുടെ പേരാണ് ബട്ടർ വേർഡ്സ്. അപ്പോൾ ഈ പേര് നിങ്ങൾക്ക് ഓർക്കാൻ തന്നെ എളുപ്പമാണ്, ബട്ടർ വേർഡ്സ്. അതായത് നമുക്കറിയാം ബ്രെഡിലൊക്കെ പുറത്ത് ബട്ടർ തേച്ച് വെച്ചിരിക്കും പോലെ അത് ഓർത്താൽ മതി. ഇലയുടെ പുറത്ത് സ്റ്റിക്ക് മറ്റേ പശയുടെ ആ സംഭവങ്ങൾ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, അതിൽ പ്രാണികൾ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ ആ പേരിൽ നിന്ന് തന്നെ നമുക്ക് ഓർത്തെടുക്കാം, ഇതാണ് ബട്ടർ വേർഡ്സ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് ട്രാപ്പ് ചെയ്യുന്നതെന്ന് നമുക്ക് കാണണ്ടേ, അതിനായിട്ടുള്ള വീഡിയോ ആണ് അടുത്തത്. നമ്മൾ ചിത്രത്തിൽ കണ്ട പോലെ നല്ല മനോഹരമായ പൂക്കളൊക്കെ ഉണ്ട്, പൂവുണ്ട്. ഇവിടെ കണ്ടില്ലേ, ഇൻസെക്ട്സ് വന്ന് ഇലയിൽ വന്നിരിക്കുന്നു, എന്നിട്ട് അതിന് കാലൊന്നും അനക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. മാത്രമല്ല നേരത്തെയുള്ള ഇൻസെക്റ്റുകൾ അങ്ങനെ ട്രാപ്പിലായിട്ട് ഇരിക്കുന്നതും കാണാൻ പറ്റും, അതിന് പിന്നെ മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള ചെടി നമ്മൾ പിക്ചർ ടെക്സ്റ്റിൽ കണ്ട അതേ ചെടി ഇവിടെയും കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ബട്ടർ വേർഡ് പ്ലാൻ. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള മനസ്സിലാക്കിയല്ലോ. ഇനി ഇതുകൂടാതെ അടുത്തതായിട്ട് വരുന്നതാണ് നല്ല മനോഹരമായ ഒരു പിക്ചറാണ് അടുത്തുള്ളത്. നല്ല കാണുമ്പോൾ നല്ല കൺകുളിർപ്പിക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ പിക്ചറിൽ എന്താ പറയുന്നത്, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയാം. ഈ ചെടികളിൽ ഈ തേൻ കട്ട പോലെ അല്ലെങ്കിൽ പഞ്ചസാര കട്ട പോലെ ഇങ്ങനെ നല്ല മഴത്തുള്ളികൾ പോലെ അല്ലെങ്കിൽ മഞ്ഞത്തുള്ളികൾ പോലെ തേൻ കട്ടകൾ ഇങ്ങനെ ഇരിക്കും, നെക്ടർ തേൻ കട്ടകൾ. അപ്പോൾ എന്ത് ചെയ്യും, തേൻ നുകരാൻ എന്ന പോലെ പ്രാണികൾ അതിനകത്തേക്ക് വന്നിരിക്കുന്നതും ഇതിലൊരു ഗ്ലൂ ടൈപ്പ് മെറ്റീരിയൽ ഉണ്ട്. ഈ പശ പോലത്തെ സാധനത്തിൽ ഈ ഗ്ലൂ മെറ്റീരിയലിൽ ഇൻസെക്ട്സ് വന്ന് പറ്റിപ്പിടിച്ചിരിക്കും, അതിന് പിന്നെ മൂവ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാവും, അങ്ങനെ ട്രാപ്പിലാവും. പിന്നെ ആ ഇൻസെക്ട്സിൽ നിന്ന് അതിൻ്റെ ന്യൂട്രിയൻസ് ഈ ചെടി വലിച്ചെടുക്കും. അതാണ് ഇവിടുത്തെ മെക്കാനിസം. ഓക്കെ, ഡാഷ് ഈസ് കാർണിവോറസ് പ്ലാന്റ് അട്രാക്ട്സ് ദെയർ വിക്ടിംസ്. അപ്പോൾ ഇതൊരു കാർണിവോറസ് പ്ലാന്റ് ആണ്, ഇത് ആകർഷിക്കുന്നു ദെയർ വിക്ടിംസ്, അതിൻ്റെ ഇരകളെ. എങ്ങനെ, വിത്ത് എ ഗ്ലിസ്റ്റനിങ് മോസൽ ഓഫ് നെക്ടർ, അത് നല്ല തിളങ്ങുന്ന തരത്തിലുള്ള തേൻകട്ടകൾ പോലെ ഇങ്ങനെ വെച്ചിരിക്കും. അപ്പോൾ അത് കാണുമ്പോൾ എന്തായാലും ആരും ആകർഷിച്ചു പോകും. അപ്പോൾ ഈ ഇൻസെക്ട്സ് വന്നിരിക്കുന്നതും അതിലൊട്ടിപ്പിടിച്ചിരിക്കും, പിന്നെ അതിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഈ ഇൻസെക്ട്സിന് വരാൻ പോകുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള ഈ ചെടിയുടെ പേരാണ് സൺഡ്യൂ. സൺഡ്യൂ. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെയാണ് സൺഡ്യൂ പ്ലാന്റ്സ് ഇൻസെക്ട്സിനെ ട്രാപ്പ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, ഇതാണ് സൺഡ്യൂ പ്ലാന്റ്. ഇതിൽ നമ്മുടെ ഒരു തേനീച്ച വന്നിരുന്നതും അത് കണ്ടോ, ആ തേൻകട്ടകൾ ആ ഇൻസെക്റ്റിനെ ട്രാപ്പിലാക്കുന്നത് കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് 5 കാർണിവോറസ് പ്ലാന്റ്സിനെ പരിചയപ്പെട്ടു. നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ടോ? പിന്നൊരു കാര്യം,
പരീക്ഷയ്ക്കൊക്കെ ഇത് വരുമ്പോൾ നമ്മൾ കുഞ്ഞു പിള്ളേർക്ക് ഇത്രയും വലിയ ഫീച്ചേഴ്സൊക്കെ ഓർത്തിരിക്കാനുള്ള കഴിവുണ്ടാവുമോ, വായിച്ച് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടാവുമോ? അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലെല്ലാം കുറച്ച് ഷോർട്ട് വേർഡ്സ് പഠിക്കുക. അപ്പോൾ എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ഡീപ്പ് ക്യാവിറ്റി എന്ന് കാണുമ്പോഴേ നിങ്ങൾക്ക് എന്താ നെപ്പന്തസ് എന്ന് ഓർത്ത് വരും. കാർണിവോറസ് പ്ലാന്റാണ് ഡീപ്പ് ക്യാവിറ്റി എന്ന് പറഞ്ഞത് നമ്മുടെ നെപ്പന്തസ് പ്ലാന്റ് ആണെന്ന് ഓർക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ മങ്കി കപ്പ് ഓർക്കുക. മങ്കി കപ്പ് എന്ന് പറഞ്ഞാൽ ഉടനെ നിങ്ങൾ ഓർക്കേണ്ടത് പിക്ചർ പ്ലാന്റിനെയാണ്. മങ്കി കപ്പ് എന്ന് ഓർത്താൽ മങ്കി കപ്പ് എന്ന് ക്വസ്റ്റ്യനിൽ എവിടെയെങ്കിലും അത് കണ്ടുവച്ചാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് പിക്ചർ പ്ലാന്റ് ആണ്. തേർഡ് വൺ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫുൾ സൺ അല്ലെങ്കിൽ ഫ്ലൂറസൻ ലൈറ്റ്. ഫുൾ സൺ അല്ലെങ്കിൽ ഫ്ലൂറസൻ ലൈറ്റ് എന്നീ വാക്ക് കേൾക്കുമ്പോഴേ അത് കാണുമ്പോഴേ നിങ്ങൾ ഓർക്കുക അതേതാണ്, വീനസ് ഫ്ലൈ ട്രാപ്പ് എന്നോർക്കുക. അടുത്ത നാലാമത്തേന് സ്റ്റിക്കി ഗ്ലാൻഡുലാർ ലീവ്സ്. സ്റ്റിക്കി ഗ്ലാൻഡുലാർ ലീവ്സ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റ് നോട്ട് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാക്കും അത് ഏത് ചെടിയാണ്, ബട്ടർ വേർഡ്സ്. ഓർക്കുക, ബട്ടർ തേച്ചത് ഓർക്കുക. അങ്ങനെ ബട്ടർ വേർഡ്സ് നോക്കാം. പിന്നെ ലാസ്റ്റത്തെ ഗ്ലിസ്റ്റനിങ്, നെക്ടർ, തേൻകട്ട അതൊക്കെ ഓർത്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം സൺഡ്യൂ ആണെന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് എക്സാമിന് വന്നാൽ അത് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അവസാനമായ ഒരു നേച്ചർ ഫാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ആരെക്കുറിച്ചാണ്, ചാൾസ് ഡാർവിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഈ കാർണിവോറസ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള ബുക്സ്, ഫേമസ് ആയിട്ടുള്ള ബുക്ക് ആദ്യമായിട്ട് എഴുതിയത് നമ്മുടെ ചാൾസ് ഡാർവിനാണ്. ചാൾസ് ഡാർവിനെ കുറിച്ച് നിങ്ങൾ അല്ലാതെ കേട്ടിട്ടുണ്ടോ? ചാൾസ് ഡാർവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം? ഒന്ന് വീട്ടുകാരോടൊക്കെ ഒന്ന്, സ്കൂളിലെ ടീച്ചേഴ്സിനോടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കും. 1875 കാർണിവോറസ് പ്ലാന്റ്സിനെ കുറിച്ചുള്ള ഒരു പ്രസിദ്ധമായ ബുക്ക് എഴുതിയ വ്യക്തിയാണ് ചാൾസ് ഡാർവിൻ. ഓക്കെ, അപ്പോൾ കൂട്ടുകാരെ നിങ്ങൾക്ക് വീഡിയോയും ക്ലാസ്സും ഒക്കെ ഇഷ്ടപ്പെട്ടോ? ഏകദേശം ഒരു ഐഡിയ കിട്ടിയില്ലേ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് ചേച്ചി അറിയിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ബൈ.